ലെഫ്റ്റ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദോശ ഇഡ്ഡലിയൊക്കെ കഴിക്കാൻ പൊതുവെ മടി കാണിക്കുന്നവർക്ക് രുചികരമായ ഒരു കോമ്പിനേഷനാണ് തക്കാളി ചട്നി. ഇതിൻ്റെ റെസിപ്പി ഒന്ന് പരിചയപ്പെടാം. 4 പഴുത്ത വലിയ തക്കാളി ചതുരത്തിലുള്ള കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 100 ഗ്രാം ചുവന്നുള്ളി, 4 വലിയ അല്ലി വെളുത്തുള്ളി ഇത്ര എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 8 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 4-5 എണ്ണം മതി. ഒരു കഷ്ണം കായത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. ഇനി ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ആദ്യം ഈ കായത്തിൻ്റെ കഷ്ണങ്ങൾ വന്നിട്ട് മൂപ്പിച്ച് എടുത്ത് മാറ്റി വയ്ക്കുക. അതേ എണ്ണയിലേക്ക് തന്നെ വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പം ഇല്ലെങ്കിൽ വറ്റൽമുളക് കരിഞ്ഞു പോവും. അതിനുശേഷം ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ട് മൊരിയുന്ന വരെ വഴറ്റിയെടുക്കുക. ഉള്ളിയൊക്കെ മൊരിഞ്ഞു വന്നതിന് ശേഷം അരിഞ്ഞു വെച്ച തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുക. ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എണ്ണ തെളിയുന്നത് വരെ വഴറ്റിയെടുക്കണം. തീ കൂട്ടി വെച്ച് ഒരു 4-5 മിനിറ്റോളം ഇത് വഴറ്റിയെടുക്കണം. തക്കാളിയൊക്കെ ഉടഞ്ഞ് അതിൻ്റെ എണ്ണ തെളിഞ്ഞ് വരണം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം അതൊന്ന് തണുക്കാൻ അനുവദിക്കണം. അതിനുശേഷം വെള്ളം ചേർക്കാതെ പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇനി വെളിച്ചെണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് അരച്ചു വെച്ച ചട്നി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ആവശ്യമെങ്കിൽ മാത്രം ഒരല്പം ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഒരല്പം ചൂടുവെള്ളം ഒഴിച്ച ശേഷം അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള ഒരു ചട്നിയാണ്. ദോശയുടെ ഇഡ്ഡലിയുടെ ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനായി ഈ ചട്നിയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ തരിക. അടുത്ത നല്ലൊരു വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക് യു.